നടുകയറി നമുക്ക് കാണാം. നടുകയറി ഇറങ്ങിയാൽ അവിടെ നിന്ന് തിരിഞ്ഞു നിന്നാൽ മതി. അവിടെ നിങ്ങോട്ട് തിരിഞ്ഞു തിരിച്ചു നിർത്തിക്കും. അവിടെ നമുക്ക് കാണാം. അവിടെ നിങ്ങോട്ട് ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ ജീവിതപരീക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നും അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനാദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഭാര്യയോ നിങ്ങൾക്കെല്ലാം ശാന്തി ഭവിക്കട്ടെ.
സ്നേഹ ബഹുമാനപ്പെട്ട എംസിയുടെ അതിരൂപത വൈദിക ഉപദേഷ്ടായിരിക്കുന്ന മത്തായി മണ്ണൂർക്കിടക്കൻ, പ്രിയപ്പെട്ട ബെഞ്ചമിനച്ചൻ, തിരുവല്ല അതിരൂപതയുടെ സേവിന്റെ ഭാരവാഹികളെ, മേഖലാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ജമിലനെ, 2024 സെപ്റ്റംബർ 20 മുതൽ 2025 സെപ്റ്റംബർ 19 വരെ മലങ്കര കത്തോലിക്ക സഭയുടെ ശതാബ്ദിയിലേക്കുള്ള യാത്രയിലെ വചനവർഷമായി നമ്മൾ ആഘോഷിക്കുകയും ആചരിക്കുകയുമായിരുന്നു. ദൈവ വചനത്തോടെ അല്പം കൂടെ ആഴമായി ദൈവ അനുഭവത്തിൽ വളരുവാൻ ഈ ഒരു ശുശ്രൂഷ നമ്മെ ഒരുക്കി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. 2030 ആകുമ്പോഴത്തേക്ക് ശതാബ്ദിയുടെ നിറവിൽ ദൈവ വചനത്തിന് അതിന് ആരംഭം കുറിക്കുവാനും അങ്ങനെ അല്പം കൂടെ ആഴമായ ദൈവാനുഭവം ആരാധന ക്രമം വഴി നമുക്ക് ലഭിക്കുമ്പോൾ ഈ 2025 സെപ്റ്റംബർ 20 മുതൽ ആരാധനാ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. കേട്ട സുവിശേഷ ഭാഗം നമുക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ഇത് രണ്ടും രണ്ടല്ല എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മലങ്കര കത്തോലിക്ക സഭയുടെ സ്വർഗമാകുന്ന പരിശുദ്ധ പദവിയിലേക്ക് നോക്കുമ്പോൾ 2 കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഒന്ന്, കർത്താവ് സ്വർഗീയ ഭാഗ്യം നമുക്ക് തരുന്ന തിരുശരീരവും തിരക്ക് ഒരുക്കപ്പെടുന്ന ബലിപീഠവും, അതേ രൂപത്തിലും ഭാവത്തിലും ഉയരത്തിലും ആഴത്തിലും ദൈവവചനത്തിന്റെ മേശയെ നമ്മൾ ഒരുമിച്ച് രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത് മാത്രമേ പരിശുദ്ധ പദവിയിലെ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം. എങ്ങനെയാണോ പരിശുദ്ധ കുർബാന ദൈവജനത്തിനായിട്ട് ഒരുക്കപ്പെടുന്നത്, അതേ രൂപത്തിലും ഭാവത്തിലും ദൈവജനം വായിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം നമുക്കറിയാം. അപ്പോഴ് ധൂപം എടുക്കുന്നു, പരിശുദ്ധ കുർബാനയുടെ നിറവിൽ ധൂപം എടുക്കുന്നു, മറുവാസാകിലെത്തുന്നു, അടിയിലെത്തുന്നു. അതേ രൂപത്തിലും ഭാവത്തിലും തന്നെയാണ് വചനം അല്ലെങ്കിൽ വചനമേശ ആഘോഷമായി അല്ലെങ്കിൽ സുവിശേഷം വായിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പ്രാധാന്യങ്ങളെല്ലാം തന്നെ ശുശ്രൂഷകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ആദരോടും ഭക്തിയോടും കൂടി നാം സുവിശേഷം ശ്രമിക്കണം എന്ന് പറയപ്പെടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയും, നമ്മുടെ സഭയിൽ മാത്രം വചനമില്ല, ബാക്കി എല്ലായിടത്തും വചനമുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ സഭാവല്ലാതെ നോക്കിയാൽ ഒരു ഞായറാഴ്ചയിൽ 8 വായനകൾ നമുക്കുണ്ടെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ നമ്മൾ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഞാനൊരു ചെറിയ വഴിയിലിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, വചനം സുവിശേഷം വായിക്കുമ്പോഴും പൗലോസ്ലീഹായുടെയും അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴെല്ലാം നിങ്ങൾ ദേവാലയത്തിലേക്ക് ഈ വചനം കൊണ്ടുവന്ന് അതിന്റെ ഇടയിൽ കൂടി പുരോഹിതൻ വായിക്കുമ്പോഴും ശുശ്രൂഷകർ വായിക്കുമ്പോഴും അതിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അല്പം കൂടെ ആഴമായ ദൈവാനുഭവം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മളിവിടെയൊക്കെ മരവിച്ച മനസ്സുമാണ് നടക്കുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ ഈ കുർബാനയും ദൈവജനത്തെ നമ്മൾ രണ്ടായിട്ട് കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കുമ്പോൾ പുരോഹിതന് രഹസ്യാത്മകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, പൗലോസിന്റെ കൽപ്പനകളെ വെടുപ്പോടുകൂടി വിശുദ്ധിയോടുകൂടി ഈ വായിക്കുന്ന ദൈവജനങ്ങള് ഈ ആഴ്ച മുഴുവൻ പ്രായോഗികമാക്കുവാൻ എന്നെ സഹായിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം വായിക്കുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ്, ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ നൽകുരങ്ങൾ കൊണ്ട് ഈ ദൈവജനത്തെ ഈ ഇടവം മുഴുവനും നിറയ്ക്കണമേ എന്ന് പുരോഹിതന് മനസ്സുകൊണ്ട് വിശ്വാസവും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഈ സമയങ്ങളൊക്കെ നമുക്ക് ആദരവുകളില്ലാതെ ദൈവവചനത്തിന്റെ നിറവില്ലാതെ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര കത്തോലിക്ക സഭ പ്രത്യേകിച്ച് തിരുവല്ല മെത്രാപ്പോലിത്തൻ ഈ അതിരൂപത ഈ ഒരു ശുശ്രൂഷയുടെ അവസാനത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് അല്പം കൂടെ ആഴമായ ഈ ദൈവാനുഭവ ബോധമുണ്ടാകുക, ഈ ദൈവവചനത്തോട് അല്പം കൂടെ ചേർന്ന് നിൽക്കുവാനുള്ളതാണ് കൃപയ്ക്കും അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. ഞാൻ ഒരു നാളിൽ പറഞ്ഞതുപോലെ യൂട്യൂബിലെ ബഹുമാനപ്പെട്ട ഡൊമിനിക്കച്ചന്റെ വലിയൊരു സാക്ഷ്യം കിടപ്പുണ്ട്. അച്ഛന് ബ്രെയിൻ ട്യൂമറായിരുന്ന സന്ദർഭങ്ങളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ച് ആ ദൈവവചനത്തെ അല്പം കൂടെ മനനം ചെയ്യുവാൻ സാധ്യമായത് വഴിയായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, മധുരമാണ് എന്റെ ജീവിതത്തെ അല്പം കൂടെ ബലപ്പെടുത്തിയതും എനിക്ക് രോഗസൗഖ്യം നൽകരുത് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ ഒരു മേഖല ഈ യൂട്യൂബിൽ ഞാനത് അനേക പ്രാവശ്യങ്ങൾ വായിച്ചതാണ്. അത്രമാത്രം ബലമുണ്ട്. ഒരു ദൈവാനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, എന്നോടൊരു സഹോദരൻ പറഞ്ഞ 4 ഏക്കർ ഏലത്തോട്ടമുണ്ട്.
അവിടെ ഒരു വിളവ് ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വേദപുസ്തകം കൊണ്ട് ആ നിലത്തിലേക്ക് നീ പോകുക, ഇത് ഉറക്കെ എന്ന് വായിക്കുക. പിന്നീട് അവനെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ അറിയുവാനായിട്ട് സാധ്യമായത് അവന്റെ പാരമ്പര്യം മുഴുവനും ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവനായിട്ടുള്ളത്. അത് നമുക്കറിയാം. പൂർവ്വപിതാക്കന്മാരുടെ നിലങ്ങളും ഇടങ്ങളുമെല്ലാം ബലപ്പെടുത്തുന്ന ഒരു മേഖല ദൈവവചനങ്ങൾ വായിക്കുമ്പോഴേ നമുക്കറിയാം. ഇതിന്റെ സമാപ്തിയിലേക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് കുമിളി മേഖല ഇതിന്റെ സമാപ്തിയിലേക്ക് കടന്നു വരുമ്പോൾ, പ്രതികൂല കാലാവസ്ഥകളായിട്ടും പ്രതികൂലങ്ങളിലാണല്ലോ സഭ വളർന്നത്. പ്രതികൂലങ്ങളിലാണ് ഈ സഭ അല്പം കൂടെ ആഴമായിട്ട് ബലപ്പെട്ടത്. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ സഭയോടുള്ള നിങ്ങളുടെ കൂടെ ദൈവവചനത്തോടുള്ള നിങ്ങളുടെ വിശ്വാസം ബോധ്യം പ്രകടമാക്കുവാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ 9 മേഖലകളിൽ സ്നേഹപൂർവ്വപ്പെട്ട മത്തായി മണ്ണൂർ മുടക്കതിരച്ച് പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ. ചിലപ്പോൾ മാത്രമല്ല, ചില അതിരൂപത ഈ ഫാമിലി പോസ്റ്റുകൾ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളൊക്കെ സന്ദർശിച്ച് നമ്മുടെ വിശ്വാസത്തെയും രവിജനത്തെയും അല്പം കൂടെ ബലപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട അച്ഛനെടുത്ത ആ വലിയ ഉണർവ്. അതോടൊപ്പം തന്നെ ആ ഒരു സെമിനാറിന്റെ മേഖലകളിൽ എത്രയോ തകർന്ന ജീവിതങ്ങളെ അല്പം കൂടെ ബലപ്പെടുത്തുവാനായിട്ട് സാധ്യമാണ്. ഈ വചന യാത്രയുടെ ഒരു മേഖലയല്ല. തിരുവല്ല അതിരൂപതയിലൂടെ വൈദിക പ്രതിഷ്ഠായിരിക്കുമ്പോഴും അച്ഛനും അതിരൂപത ഭാര്യകൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിന് വീടിന്റെ തിരുവനസ് അതിന് പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു. അച്ഛൻ്റെ അടുത്ത ത്യാഗത്തിന് അതിരൂപത നന്ദി പറയുന്നു. ഏറെ ആദരവോടുകൂടിയ ഈ ഇടവയ്ക്ക് വേണ്ടി ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. 2 ദിവസമായി ഈ കുമിളി മേഖലയുടെ ഈ ഒരു ശുശ്രൂഷ എങ്ങനെ അവസാനിപ്പിക്കണം, പൂർത്തിയാക്കണം എന്നുള്ളത് ചിന്തയായിരുന്നു. കുമിളി മേഖലയുടെ വൈദിക ഉപദേഷ്ടായിരിക്കുന്നത് പ്രിയപ്പെട്ട ബെഞ്ചമിനച്ഛനാണ്. ചെന്നേറെ നാളായില്ല ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. എന്നാൽ വചന ശുശ്രൂഷയുടെ പ്രത്യേക ഒരു ഭാഗം ബഹുമാനപ്പെട്ട വിനോദത്തിനുള്ളതോടുകൂടി അവരിൽ 2 പേരും കുമിളി മേഖലയിലെ MCA ഭാരവാഹികളോട് ചേർന്നു. ജോമോനുണ്ട്, നമ്മുടെ സാറുണ്ട്, അങ്ങനെയുള്ള മേഖലാ ഭാരവാഹികളോട് ചേർന്ന് ആ കാര്യങ്ങളെ ഒന്ന് ക്രമീകരിച്ചാണ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ട ബെഞ്ചമിനച്ഛനും പ്രിയപ്പെട്ട വിനോദച്ഛനും എടുത്ത ത്യാഗത്തിന് എല്ലാവിധമായി നന്ദി പറയുകയും ഇടവകയിലേക്ക് ആദരവോട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. MCയുടെ അതിരൂപത ഭാരവാഹികൾ ഒരുപക്ഷെ അവരിന്നലെ ഈ പ്രതികൂല കാലാവസ്ഥകളിൽ ഇവിടെ വന്നതാണ്. ഈ 2 മേഖലകളിലും ഒരുമിച്ച് തീർത്തിട്ട് വേണം അവർക്ക് തിരിച്ചു പോകുക. എൻ്റെ അറിവനുസരിച്ച് ചിങ്ങമൊന്നായതുകൊണ്ട് പുല്ലുമാറുന്നുണ്ട് ഇവിടെ വരെ ഇത് ബ്ലോക്കാണ് എന്നാണ് അറിയുവാനായിട്ട് സാധ്യമാണ്. അതുകൊണ്ട് വന്ന വഴിയെ തിരികെ പോകുന്നതായിരിക്കും അല്പം കൂടെ നല്ലത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അവരെടുത്ത ആ വലിയ ത്യാഗം, അത് അതിരൂപതയോടുള്ളതായ ത്യാഗം, ദൈവ വചനത്തോടുള്ളതായ വിശ്വസ്തയൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. എല്ലാ അതിരൂപത ഭാരവാഹികളെയും എല്ലാ മേഖല ഭാരവാഹികളെയും ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾ ചെയ്ത വലിയ അധ്വാനത്തിന് ഹൃദയങ്ങളുടെ നന്ദിയെ ഈ മേഖല വികാരി എന്ന രീതിയിൽ ഞാൻ അറിയുകയും ഏറെ ആദരവോടുകൂടി ഞങ്ങളുടെ ഇടവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവജനത്തോട് ഞാൻ 4 പേര് വരാനല്ല പറഞ്ഞത്, എല്ലാവരും തന്നെ വരണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് നമ്മുടെ കൂട്ടായ്മ. ഇങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മകളെ ബലപ്പെടുത്തുവാനായിട്ട് സാധ്യമാകുന്നത്. അതാ ഞാൻ മുമ്പ് പറഞ്ഞു വെച്ചതല്ല. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആ കാലഘട്ടങ്ങളൊക്കെ കഴിയും. ഒരു ഇടവക വികാരിന്റെ കാര്യം പറയുമ്പോൾ അതിനെ എങ്ങനെ മാത്രം അല്പം കൂടെ ആഴമായിട്ട് നമുക്ക് ബലപ്പെടുത്താം, അല്പം കൂടെ വലുതാക്കാം. കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പം ദൈവജനത്തോട് ചേർന്ന് ചെറിയ ഒരു സന്ദേശം നൽകുവാൻ നമ്മുടെ ബദനി സന്യാസിനി സമൂഹത്തിന്റെ സഫീറുകൾ സ്നേഹപരപ്പെട്ട പ്രേക്ഷക സദസ്സിന് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. തുടർന്ന് പുല്ലാമണ്ഡല കുഞ്ഞുമുളാണ്ടിയെ സ്വയം പ്രേരിത പ്രാർത്ഥന നടത്തുന്നു. അതിനുശേഷം നമ്മൾ നന്ദി പറയുന്നു. തുടർന്ന് സഭാവന ആശീർവാദം അതിനോട് ചേർന്ന് നേർച്ചയുടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനും എല്ലാവരും പങ്കുചേരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോട് അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കുറിച്ച് വന്നി നാം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സാഹുവച്ച ഈ വചനയാത്രയുടെ ചുക്കാൻ പിടിക്കുന്ന
ബഹുമാനപ്പെട്ട മത്തായിച്ച, എല്ലാവരും എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് പറഞ്ഞ്, ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛ, ചുക്കാൻ പിടിക്കുന്ന മറ്റ് സഹോദരങ്ങളെ, നാട്ടിൽ നിന്നും ഹൈറേഞ്ചിൽ നിന്നും ഒക്കെ വന്നവരുണ്ട്. എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായി ഇന്ന് നമ്മൾ വചന വർഷത്തിന്റെ അവസാന സമാപന സമ്മേളനം അല്ലെങ്കിൽ സമാപനം ഇവിടെ നമ്മൾ കുമളി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നമ്മൾ നടത്തുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അതിന്റെ ശതാബ്ദിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 2024-25 വർഷം വചനവർഷമായിട്ട് നാം ആചരിക്കുകയാണ്. ഈ വചനവർഷത്തിന്റെ ആപ്തവാക്യം എന്റെ വചനത്തിൽ വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വചനത്തിലായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വർഷക്കാലം നമ്മൾ ഏറ്റെടുത്ത ദൗത്യം. ആ ദൗത്യം നമ്മൾ ഏത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു വർഷം 2024 സെപ്റ്റംബർ 20-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. 2025 സെപ്റ്റംബർ 20-ാം തീയതി അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഈ പരിസമാപ്തിയിൽ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തെ വചന വായന അല്ലെങ്കിൽ വചന പഠനം നമ്മൾ ഏത് രീതിയിൽ നടത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശകലനം കൂടിയാണ് ഇതിനകത്ത് നടക്കുന്നത്. നമ്മൾ വചനം വായിച്ചു എന്നിങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. ആ വചനം വായിക്കുന്നതിനകത്ത് എനിക്ക് എന്ത് കിട്ടി, ഞാൻ എന്ത് സ്വീകരിച്ചു, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വചന വായനയിലൂടെ നമ്മൾ അന്ന് തുടങ്ങി നമ്മൾ കേൾക്കുന്നതാണ് വചനവർഷമാണ്. ഏത് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചെന്നാലും പറയുന്നത് വചനവർഷമാണ്. ഏത് സൺഡേ സ്കൂളിന്റെ ക്ലാസ്സിൽ ചെന്നാലും പറയുന്നത് വചനവർഷമാണ്. പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ എല്ലാം പറയുന്നത് വചനവർഷമാണ്. ഈ വർഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വചനവർഷത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി എന്ത് വചനം എൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചു, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഈ വചനവർഷക്കാലം നമ്മൾ വചന വായനയിലൂടെയും പഠനത്തിലൂടെയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ യേശുവിനോട് കൂടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിച്ചുവെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 1-ാം അധ്യായം 26 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തോട് മംഗളവാർത്ത അറിയിക്കുന്ന സംഭവമാണ് അതിനകത്തുള്ളത്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തിന്റെ അടുത്ത് വന്ന് ദൈവത്തിന്റെ വചനം നിന്നില് യേശുക്രിസ്തു ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ആഗ്രഹപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്നിൽ ആവസിക്കും. ആ ആവാസത്തിന്റെ അവസാന ഭാഗം മറിയം പറയുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ. ആ വചനം കേട്ടിട്ട് പരിശുദ്ധ മറിയം അവിടെ ഇരിക്കുകയല്ല ചെയ്തത്. ഉടനെ തന്നെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എങ്ങോട്ടാണ്? തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണുവാനായിട്ട് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ വചനം വായിച്ചിട്ട് ഉറങ്ങി തൂങ്ങിയിരിക്കുന്നവരാകാതെ തിടുക്കത്തിൽ നമ്മൾ എഴുന്നേറ്റ് ആ വചനത്തിന്റെ ആതിഥ്യത അല്ലെങ്കിൽ അതിന്റെ ആ ഉറപ്പ് അത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ എലിസബത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ഈ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉള്ളിൽ ശിശു കുതിച്ചുചാടി അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി തീർന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത്. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഉണ്ടാകും. നമുക്കൊരു കുതിച്ചാടാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എങ്കിൽ മാത്രമേ നമ്മൾ വചനം വായിച്ചു അല്ലെങ്കിൽ വചനം നമ്മൾ കേട്ടു എന്ന് പറയുന്നത്. നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും സുവിശേഷം വായിക്കുന്നുണ്ട്, ലേഖനം വായിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ട് പോകുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിൽ വചനം വായിച്ച ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും വികാരിയച്ഛൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അവിടെയും നമ്മൾ എന്തൊക്കെയോ കേട്ടു നമ്മൾ പോകും എന്നല്ലാതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇന്ന് വായിച്ച എന്താണ് സൺഡേ സ്കൂൾ പിള്ളേരോട് പോലും ചോദിച്ചാൽ അവർക്കറിയത്തില്ല ഇന്ന് വായിച്ച സുവിശേഷ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വചനവർഷം. അപ്പോൾ നമ്മൾ ഈ വചനവർഷം ഈ ഒരു വർഷം കൊണ്ട്
അതങ്ങ് അവസാനിപ്പിച്ചിട്ട് പോകാനുള്ളതല്ല. ഇത് ജീവിതത്തിലുടനീളം നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ വചന വർഷം എന്ന് പറയുന്നത്. യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ലോകമെങ്കും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഒരു മനുഷ്യനോടൊന്നോ രണ്ട് മനുഷ്യനോടൊന്നോ അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്നോ ഈ സ്ഥലത്തുനിന്നോ അല്ല പറഞ്ഞു. എല്ലാ സൃഷ്ടികളോടും, ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളോടും വചനം പ്രസംഗിക്കുക എന്നാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഈ ദൗത്യം തന്നെയാണ് നമ്മൾ ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൗത്യം ക്രിസ്ത്യാനികളായ നമ്മൾ ഈ ദൗത്യവും വിളിയും മറ്റുള്ളവരിലേക്ക് കൊടുക്കുക, പ്രഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഇത് നമ്മൾ ഏതെല്ലാം അർത്ഥത്തിൽ ഏതെല്ലാം കാര്യത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യമാകുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് ഒരു തുളച്ചുകയറ്റം ഉണ്ടാകും. എവിടെയാണ്? ഹൃദയത്തിൽ തുളച്ചു കയറി അവിടെ വിചാരങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ ഇതൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപ ഈ വചന വായനയിലൂടെ ദൈവം നമുക്ക് തരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വചന വർഷത്തിന്റെ ഈ വചനയാത്രയെ അവസാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വചനത്തിൽ ആഴപ്പെടുവാനും അനുദിന ജീവിതത്തിൽ വചനം വായിക്കുവാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി. പ്രിയ ശിശുനോടതായ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കേട്ട ദൈവവചനങ്ങളോട് ചേർന്ന് നമുക്ക് അല്പം ധ്യാനാത്മകമായി നമ്മുടെ ശുശ്രൂഷ നമുക്കായി തീരുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന, എൻ പ്രാർത്ഥന നൽകണേ യാചന, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം തരുമെന്നരുളിയോനേ, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ, നീക്കം വരാത നിൻ പേർക്കുനിതന്നുവല്ലോ, നീക്കം വരാത നിൻ പേർക്കുനിതന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേട്ട ദൈവത്തിനോട് ചേർന്ന് സ്വയം പ്രേരിത പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണ്. സ്വയം പ്രേരിത പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ മുഴുവൻ ക്ഷണിക്കും.
ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ. ആശിഷമാരി അയകേണമേ ഈ ശിഷ്യരാ നിന്ദാസരന്മേൽ. ആശിഷമാരി അയകേണമേ ഈ ശിഷ്യരാ നിന്ദാസരന്മേൽ. ഗുണവും വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, കൃപകൾ നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ. ഉണർവിൻ ശക്തി അയകേണമേ ഈ ശിഷ്യരാ നിന്ദാസരന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ. തിരുനാമം പാടിടുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ. ശാശ്വത ശാന്തി അയകേണമേ ഈ ശിഷ്യരാ നിന്ദാസരന്മേൽ. ശാശ്വത ശാന്തി അയകേണമേ ഈ ശിഷ്യരാ നിന്ദാസരന്മേൽ. ഗുണവും വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. പേടലിക്ക് വേണ്ടി ഇടവരുടെ ട്രസ്റ്റി നന്ദി പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം കുമ്പളി മേഖലയ്ക്ക് വേണ്ടി MCAയുടെ പ്രസിഡന്റ് ജോമോന് നന്ദി പറയുന്നു. അതിനുശേഷമാണ് ആശീർവാദമെന്ന് ഓർപ്പിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, അതേപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകാംഗങ്ങളെ ഇടവകയുടെ നാമത്തിൽ നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ വൈദിക ഉപദേഷ്ടാവായിട്ടുള്ള നമ്മുടെ തിരുവല്ല രൂപത വൈദിക ഉപദേഷ്ടായി വന്നു നടത്തിയതിന് അച്ഛന് ഈ വൈദിക മേഖലയിൽ ഇത്രയും തലത്തും 2 ദിവസമായിട്ട് ചെറിയ ഇടുക്കിക്കാരനാണെങ്കിലും അതിന് അച്ഛനോടുള്ള പ്രത്യേക നന്ദി കുമ്പളി ഇടവകയുടെ നാമത്തിൽ നേരുന്നു. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജസ്റ്റിൻ ആന്റോണ് തിരുവല്ലയിലുള്ളതാണ്. അപ്പം തലപ്പൊന്നും വലിയ പ്രശ്നമുള്ള ആളാണ്. പക്ഷേ 2 ദിവസമായിട്ട് ഇവിടെ വരികയും നമ്മളോടൊപ്പം ഇന്ന് കുമ്പളി മേഖലയിൽ വരികയും കുമ്പളി മേഖലയിൽ രാവിലെ തൊട്ട് തന്നെ സജീവമായിട്ട് നിൽക്കുകയും നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരികയും ചെയ്ത എത്രയും പ്രിയപ്പെട്ട ജസ്റ്റിൻ ജോണിന് ഇടവകയുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ
നന്ദി അറിയിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും MCA സജീവമാക്കാനായിട്ട് പ്രത്യേകം കുമളി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും എല്ലാവരെയും വിളിക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു മനസ്സിനുടമയാണ്. റോയിയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായിട്ടുള്ള ജോജി ചേട്ടനും അതേപോലെ തന്നെ റോബിൻ മാത്യുവിനോടുമാണ് പ്രത്യേകം നന്ദി ഇടവയുടെ നാമത്തിൽ നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുമളി മേഖലയിൽ ഉള്ള ബെഞ്ചമിനച്ചൻ ഒരു സൈഡിൽ നെടുങ്കണ്ടത്തും ഈ നമ്മുടെ കുമളി മേഖലയിലെ പള്ളികളുടെ ഒരു ഇതറിയാം. എന്നാലും ബെഞ്ചമിനച്ചൻ്റെ പരമാവധി ആ അറ്റത്തും ഈ അറ്റം വരെ ഞങ്ങളുടെ ചക്കവള്ളത്തും ഈ അണക്കരയിലും ഒക്കെ മാക്സിമം അച്ഛൻ കോർഡിനേറ്റ് ചെയ്ത് കാര്യം അവിടെ ഇവിടം വരെ യാത്ര ചെയ്ത് പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെ എടുക്കുന്നത്. എല്ലാവരും ഒരുമിച്ചൊക്കെ കിട്ടാനായിട്ട് വലിയ പാടാണ്. എന്നാലും അച്ഛൻ വളരെ സൗമ്യതയോടുകൂടി MCA ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ ക്ഷമയും എപ്പോഴും സന്തോഷത്തോടുകൂടി സംസാരിക്കുകയും ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഇടുകയും അതുപോലെ തന്നെ ഇത്രയും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കാലാവസ്ഥ നമുക്കറിയാവുന്നതാണ്. അപ്പം ഈ കാലാവസ്ഥയിൽ നമ്മളെ ഒരുമിപ്പിച്ച ധൈര്യത്തോടെ എല്ലാ പള്ളിയിലും പോകണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടുകൂടി അച്ഛനെ കൈകാര്യം ചെയ്തതിന് അച്ഛന് ഞങ്ങളുടെ ഇടവയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റായിട്ടുള്ള ജോമോനെ നമ്മുടെ ഒരു മലങ്കരയുടെ കുമളി മേഖലയുടെ ഒരു വലിയൊരു ശബ്ദമാണ് ജോമോൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ജോമോൻ എന്നെ പൊക്കി പറയാനായിട്ടല്ല, എൻ്റെ സുഹൃത്തും കൂടെയാണ്. അതുപോലെ തന്നെ നല്ലൊരു കോർഡിനേഷൻ. ഒരു പരിപാടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ പരിപാടി എത്രത്തോളം നല്ലോണം നടത്താവുന്നത്. ഇവിടെ നമ്മുടെ MCAയുടെ ഒരു മേഖല, നമ്മുടെ കുമളി മേഖല കലോത്സവം എന്നാണ്. സ്വാഭാവികമായിട്ട് അത് വളരെ നല്ലൊരു കോർഡിനേഷനാണ്. ഇടവുകൾ തമ്മിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയമുണ്ടെന്നുള്ളതാണ് ഒരു പ്രോഗ്രാമുകൾ. ഈ വചനവർഷത്തിൽ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുകയും ഈ ഇടവകയിൽ വരികയും രാവിലെ തൊട്ട് തന്നെ ഈ വചനയാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. ജോമോനോടുള്ള പ്രത്യേക നന്ദി ഇടവകയുടെ നാമത്തിൽ വരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ റോബി സാറാണ് സെക്രട്ടറി. റോബി സാറ് കൃത്യമായിട്ടും പറയേണ്ട കാര്യങ്ങൾ പറയുകയും അതേപോലെ തന്നെ നല്ല ഒരു ദീർഘവീക്ഷണമുള്ള ഒരു അധ്യാപകനാണ്. മലയാള അധ്യാപകനാണ്. നമ്മുടെ മോൺകുട്ടി പഠിപ്പിക്കുന്നത് പലർക്കും അറിയാൻ മേല. പക്ഷേ ഇതുപോലുള്ള നല്ല ആൾക്കാർ റോബി സാറിനോടും രാവിലെ തൊട്ട് ഈ യാത്രയിൽ വരികയും നമ്മുടെ ഇടവകയിൽ വരികയും ഒക്കെ ചെയ്തതിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ട്രഷറായിട്ടുള്ള അനീഷ്, അതേപോലെ തന്നെ വൈസ് ട്രഷറായിട്ടുള്ള ആൻസി ചേച്ചി, അതേപോലെ തന്നെ ഈയിടെ നമ്മുടെ കുമളി മേഖലയിൽ ഉള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളെ എല്ലാവരെയും, അതുപോലെ തന്നെ വിവിധ ഇടവകളിൽ നിന്ന് വന്ന എല്ലാവരെയും പ്രത്യേകം ഈ വൈകിയ വേളയിൽ ഇടവകയുടെ നാമത്തിലും അതേപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളുടെയും അതേപോലെ തന്നെ കുമളി ഇടവകയുടെ വിവിധ ഭക്തസംഘടനകളുടെയും നാമത്തിൽ എല്ലാവർക്കും നല്ലൊരു വചനവർഷം നേരുകയാണ്. വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കുക, വചനത്തിൽ കൂടെ മാക്സിമം ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ. അപ്പം സാഹോച്ചനോട് പ്രത്യേകം നന്ദിയുടെ ആവശ്യമില്ല, കാരണം സാഹോച്ചൻ അംഗീകരിച്ചു. സാഹോച്ചനോടുള്ള പ്രത്യേകം നന്ദിയോടെ ഈ വേളയിൽ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എല്ലാവരും നമുക്ക് തോന്നുന്നതിനും എല്ലാം ഇടവകയുടെ നാമത്തിൽ നന്ദി പറയുന്നു. തുടർന്ന് മേഖലയ്ക്ക് വേണ്ടിയുള്ള നന്ദിയെ മേഖലയുടെ MCA പ്രസിഡന്റ് ശ്രീ ജോമോ. ഏറെ സ്നേഹം നിറഞ്ഞ വൈദികരെ, MCAയുടെ അതിരൂപത മേഖലാ ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ഇടവകയുടെ പ്രിയപ്പെട്ട മലങ്കര കത്തോലിക്ക മക്കളെ, ഇവിടെ പറഞ്ഞതുപോലെ പുനരീകത്തിന്റെ ശതാബ്ദിയിലേക്ക് നാം നീങ്ങുമ്പോൾ സഭ 2024 സെപ്റ്റംബർ 20 മുതൽ 2025 സെപ്റ്റംബർ 19 വരെ വചനവർഷമായി സഭ ആചരിക്കുകയാണ്. അത് വിവിധ തലങ്ങളിൽ, വിവിധ സംഘടനാ സംവിധാനങ്ങളിൽ സഭ ഒന്നാകെ ഒക്കെ അതിന് വിവിധങ്ങളായ പദ്ധതികൾ തയ്യാറാക്കി വചനത്തെ കൂടുതൽ അറിയുവാൻ, ആഴത്തിൽ ബലപ്പെടുവാൻ അതിനൊരു അവസരം കിട്ടുക എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വർഷം പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് നമുക്ക് വേണ്ടി ഈ ഒരു വർഷം തിരഞ്ഞെടുത്തത്. അതിന്റെ സമാപ്തിയിലേക്ക് നാം കടക്കുമ്പോൾ അതിരൂപതയുടെ ആത്മായ നേതൃത്വം, മലങ്കര കാത്തലിക് അസോസിയേഷൻ ഈ ഒരു ഉദ്യമം ഏറ്റെടുത്ത് നമ്മുടെ അതിരൂപതയുടെ മുഴുവൻ ദേവാലയങ്ങളിലും വചനവുമായി കടന്നു ചെന്ന് വചനത്തെ പ്രഘോഷിച്ച്, വചനത്തെ ആഘോഷിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിർത്തുന്നതിനുള്ള ഒരു പദ്ധതിയെ രൂപീകരിച്ചുകൊണ്ടാണ് നിരണം മേഖലയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് 8 മേഖലയിൽ
നമ്മുടെ ഈ മേഖലയും കൂടെ തീരുമ്പോൾ 8ാമത്തെ മേഖലയിൽ പൂർത്തീകരിച്ച് ഇനിയും അവസാനം തിരുവല്ല മേഖലയാണ് ഇനി നടക്കാനുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ കൂടി ഈ വചനയാത്ര എത്തിച്ചേർന്നത്. ഒരുപക്ഷെ ഇവിടെ സാഹചര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഇന്നലെ ഇതിനേക്കായി മഴയായിരുന്നു. ഇതിനേക്കായി ദുരിതമായിരുന്നു കട്ടപ്പന മേഖലയിൽ ഈ ഒരു പരിപാടി നടത്തുന്നതിന്. പക്ഷേ അവർ കട്ടപ്പന മേഖലയിലെ മുഴുവൻ ദേവാലയങ്ങളും കടന്നു ചെന്ന് വചനത്തെ പ്രഘോഷിച്ച് രാത്രി 12 മണിയോടുകൂടിയൊക്കെയാണ് പരിപാടി അവസാനിപ്പിച്ചത്. നമ്മെ സംബന്ധിച്ച് വലിയ അനുഗ്രഹം നമുക്ക് ഞായറാഴ്ച ഈ പരിപാടി നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഒരു വെള്ളി ശനി എന്ന് പറഞ്ഞപ്പോൾ അതിരൂപതാ നേതൃത്വത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടു, ശനി ഞായറും വെച്ചാൽ ഞായറാഴ്ച കുമളി മേഖലയ്ക്ക് ഏറ്റെടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു കാര്യം, ഹൈറേഞ്ചിലെ 2 മേഖലകളിൽ കുമളി മേഖലയെ സംബന്ധിച്ച് ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് 1-2 പള്ളികൾ ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ ഈ പ്രധാന പാതയോട് ചേർന്ന് അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല പരിപാടികൾ പല സംഘടനകളിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഒരു അപ്രാപ്യമായി തോന്നിയില്ല. തീർച്ചയായിട്ടും അത് നമ്മൾ ആദ്യമൊക്കെ 2-3 പള്ളികളൊക്കെ ഒരുമിച്ച് ചേർക്കാം എന്നൊക്കെ ഒരു തീരുമാനം വന്നെങ്കിലും ഒരുപക്ഷെ മേഖലാസമിതി അതിനെ സംബന്ധിച്ചൊരു ആശയം പറയുകയും പ്രതിരോധ സമിതി പറയുകയും ചെയ്തപ്പോൾ നമുക്ക് അത് ഏറ്റെടുത്ത് നടത്താം എന്ന് മുന്നിട്ട് നിന്ന് നമ്മളിട്ട ഒരു ടൈം ഷെഡ്യൂൾ 6:15 ഫോണിൽ വരുമെന്ന് പറഞ്ഞെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ 1 മണിക്കൂർ താമസിച്ചില്ല. 7 മണിക്ക് മുമ്പ് നമുക്ക് ഈ ദേവാലയത്തിന്റെ കവാടത്തിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഇടയ്ക്ക് നമുക്ക് വന്ന ചെറിയ ഒരു ബ്രേക്കിന്റെ ആണ്, എന്നാലും ടൈം ഷെഡ്യൂൾ കറക്റ്റായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ത് പരിപാടി കുമളി മേഖലയിൽ നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷെ അത് നടത്തുമ്പോൾ അതിനൊരു സപ്പോർട്ട് നൽകേണ്ടത്, അതിനൊരു വലിയ ഊർജ്ജം പകരേണ്ടത് പ്രിയപ്പെട്ട വൈദികരുടെ ഒരു സാന്നിധ്യവും അവരുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലെ കല്ലാറിൽ നമ്മുടെ ഈ ഒരു വചനയാത്ര ആരംഭിച്ചപ്പോൾ തിരുവല്ലാതിരൂപതയുടെ ആത്മീയ ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട മത്തായി മണ്ണൂർ വടക്കേതിരച്ചൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിദ്യാഭ്യാസത്തിനോട് ചേർന്ന് നമ്മളോട് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് അവിടെ നിന്നും നാം പ്രയാണം ആരംഭിച്ചു. കല്ലാറ്, രാമക്കൽമേട്, കൂട്ടാറ്, മന്തിപ്പാറ, ചേച്ചിക്കുഴി, വണ്ടൻമേട്, രാജാക്കണ്ടം, നെറ്റിത്തൊഴു, അണക്കര, ചക്കവള്ളം, ആനവിലാസം, മുരിക്കടി, കുമളി നമ്മൾ എത്തിച്ചേർന്ന് ഇവിടെ സമാപിപ്പിക്കുമ്പോൾ ഈ ദേവാലയത്തിൽ നമ്മെ സ്വീകരിച്ച് നമുക്ക് ഈ വചനയാത്രയുടെ സമാപനം ഒരു ചെറിയ ധ്യാനത്തിന്റെ ചിന്ത നൽകി നമ്മെ ഈ വചനത്തെ സംബന്ധിച്ച് ഉദ്ബോധിപ്പിച്ച് നമുക്ക് നല്ല ഒരു സ്വീകരണം നൽകി. ഒരുപക്ഷെ ഏത് പരിപാടി അവതരിപ്പിച്ച് നമ്മൾ ആസൂത്രണം ചെയ്തിറങ്ങിയാലും ഞാൻ ആദ്യമേ തന്നെ ഞങ്ങൾ ആലോചിച്ച് കഴിയുമ്പോൾ സാഹചര്യം വിളിക്കാനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സിസ്റ്റേഴ്സിനെ ജയിലടച്ചുമായി ബന്ധപ്പെട്ടൊരു പരിപാടി നടത്തുന്നത് സംബന്ധിച്ച് വെച്ചപ്പോൾ നമ്മൾ ചെറിയ ആശയം പറഞ്ഞെങ്കിൽ അച്ഛൻ വലിയ ആശയമാണ് ഇവിടെ വരുന്നത്. നമുക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടെ ഊർജ്ജമായിട്ട് നമുക്ക് നടത്താം. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തണം വേണ്ടെന്നല്ല, നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു പിന്തുണ നൽകാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ. ഞാനത് മറ്റ് അച്ഛൻ ഈ അതിരൂപതയുടെ വികാരി ജനറലാണ്, ഈ മേഖലയുടെ പ്രത്യേക ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ അതിന് വലിയ ഒരു ബാക്കിയൊക്കെ മറ്റും കൂടി പറഞ്ഞാൽ മതി, പക്ഷെ ഞാനുണ്ട് എന്നുള്ള രീതിയിൽ അതിനൊരു പിന്തുണ അച്ഛൻ നൽകുന്നത്. അത് മാത്രമല്ല ഒരു സ്വാതന്ത്ര്യം നടത്താനായിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വൈദികൻ കൂടിയാണ്. തീർച്ചയായിട്ടും ഇവിടെ കടന്നു വന്ന് നമ്മുടെ ഈ മേഖലയ്ക്ക് എല്ലാ നേതൃത്വവും നൽകുകയും നമുക്ക് ഈ ഒരു ദിവസത്തിന്റെ വലിയ പ്രത്യേകത അച്ഛൻ ഈ സമയത്ത് നമ്മളെ അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്ക് ഇത്രയും നേരം ഒരു ധ്യാനാത്മക ചിന്തയോടുകൂടി കടന്നു പോവുകയും ഈ മേഖലയിലെ വൈദികരെ നയിക്കുകയും നമ്മുടെ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്കറിയാം ചെന്നിരുന്ന എല്ലാ ഇടവുകളിലും നമുക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. തീർച്ചയായും ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് ലഭിച്ചതാണ്. ഞാൻ 1-2 പള്ളികളിൽ വളരെ നാമമാത്രമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് നമ്മുടെ ഇടവുകളിൽ നിന്നുള്ള ഒരു വലിയ ഒരു പിന്തുണ നമുക്ക് ലഭിച്ചു. ചില ദേവാലയങ്ങളിൽ ആള് കാണില്ലെന്ന് പോലും നമ്മൾ പറഞ്ഞെടുത്ത് ഞാൻ ഓഫീസറിനോട് പറഞ്ഞു, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ആളുകൾ ലഭിക്കുക. അതങ്ങനെയായിരുന്നു, അതങ്ങനെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു കാര്യം അച്ഛൻ നയിക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട വർഗീസ് മെഴുകുറച്ച് നൽകുന്ന കരുതലിന്റെ സ്നേഹത്തിന് വൈദികരുടെ മുഴുവൻ പ്രതിനിധി എന്ന നിലയിൽ അച്ഛനോട് തിരുവല്ലാതിരൂപതയുടെ പേരും നമ്മുടെ വചനയാത്രയുടെ പേരിൽ നമുക്കറിയാം. ഇന്നലെ അച്ഛൻ താടിയുള്ളപ്പനെ പേടിയുണ്ടെന്ന് പറയുന്നത് തന്നെ നമ്മുടെ വൈദികരിൽ ഇച്ചിരി താടി കൂടുതൽ നമുക്ക് പിതാവിനൊക്കെ താടിയുണ്ട്. നമ്മുടെ ദീക്ഷയുണ്ട്, നമ്മുടെ മത്തായിമാണ് നമ്മുടെ അച്ഛൻ. അച്ഛന് ചില സന്ദർഭങ്ങളില്ല. അച്ഛൻ നമുക്കറിയാം എല്ലാ ദേവാലയങ്ങളിലും വചനയാത്ര കടന്നു പോകണമെന്ന് വളരെ കാർക്കശമായിട്ട് അച്ഛൻ സൂചിപ്പിച്ചത് ഞാൻ പലപ്പോഴും എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാനത് പല രീതിയിലറിഞ്ഞു. അപ്പൊ അത് ഒരു നിശ്ചയദാർഢ്യമാണ്. അച്ഛൻ നമ്മളെവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ് ഫണ്ടമെന്റലാണ് ഇരിക്കുന്നത്. ഒരാൾ മുന്നിൽ നിന്ന് നയിച്ചാൽ മതി, അനേകം പേരുടെ ആവശ്യമുണ്ട്. പക്ഷെ ആ ഒരാളുടെ ദൃഢനിശ്ചയമാണ് അല്ലെങ്കിൽ
അവരുടെ അർപ്പണ മനോഭാവമാണ് അത് വിജയിപ്പിക്കുന്നതെന്നാണ്. ഞാൻ ഇന്നലെ കോമ്പയാറിൽ വന്നപ്പോൾ, കട്ടപ്പനങ്ങളുടെ ഭാഗമായി വന്നപ്പോഴും ഞാൻ അച്ഛനോടൊപ്പം അവിടെ വന്നപ്പോഴും ഞാൻ ചെന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കി, ഇന്ന് അച്ഛൻ പക്ഷേ കുറച്ചുകൂടെ ഫ്രീ ആയി അച്ഛൻ ഇങ്ങനെ നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിൽ കിടന്നു നമ്മുടെ ഈ മേഖലക്കാരനാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തമാണ്. അച്ഛൻ നയിച്ച് ഇവിടെ കടന്നു വന്നു. വളരെ രാവിലത്തെ കുർബാനകളുണ്ട്, ആ സന്ദേശങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളിലും അച്ഛൻ നൽകുന്ന ഒരു നേതൃത്വപരമായ പങ്ക് മാത്രമല്ല, അച്ഛൻ്റെ മാതൃകാപരമായ പ്രവർത്തനം, അത് മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. പ്രിയപ്പെട്ട അച്ഛനെ കൊള്ളി മേഖലയുടെ പേരിൽ ദൈവജനത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചു. നമ്മുടെ മേഖലയുടെ വൈദ്യുത ഉപദേശിതാവ് ബെഞ്ചമിൻ അച്ഛൻ നമ്മുടെ ജോലി സാറിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് പലരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, MC ആണ് കൊച്ചച്ഛനാണ് എടുക്കുന്നത് എന്നൊക്കെ പല വേദിയിൽ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. പക്ഷേ അച്ഛൻ MC-യുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം നമ്മൾ ജോലി സാർ പറഞ്ഞതുപോലെ പല നടക്കില്ല എന്ന് ഉദ്ദേശിച്ച പരിപാടികളൊക്കെ നമുക്ക് നടത്താൻ സാധിച്ചു. അതിനൊക്കെ ഒരു കാരണം നമ്മോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ അച്ഛന് യാതൊരുവിധ മടിയുമില്ല എന്നതാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വൈദികനാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ സഹോദരനായി, നമ്മുടെ സുഹൃത്തായി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാവരുമായിട്ടും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ഒരു കരുതലും സ്നേഹവുമാണ് ഞങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതെല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്താനും അച്ഛന് വലിയ സ്നേഹവുമാണ്. ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛനോട് ഈ വചനയാത്രയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളു. ഈ അതിരൂപതാ സമിതിയിൽ എല്ലാവരും കടന്നു വന്നില്ലെങ്കിലും വന്നവർ 2 ദിവസം ഞാൻ ഓർക്കുകയായിരുന്നു. ജസ്റ്റിൻ MCOയിൽ നമ്മളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. MCA വന്നപ്പോഴും ജസ്റ്റിൻ നമ്മോടൊപ്പം തന്നെ പ്രവർത്തിക്കാൻ നേതൃത്വത്തിലേക്ക് കടന്നു വന്നു. തീർച്ചയായിട്ടും ഒരുപാട് അടുപ്പവും ബന്ധവും ജസ്റ്റിനുമായിട്ടുണ്ട്. ജസ്റ്റിന്റെ വാഹനമാണ് വചനയാത്ര വണ്ടിയായി ഇവിടെ കടന്നു വന്നിട്ടുള്ളതൊക്കെ. പൈസക്ക് താമസിച്ചു കൊടുത്താൽ മതി കൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ആര് കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റിന്റെ വാഹനം തന്നെയൊക്കെ അത്. പക്ഷെ അതൊക്കെ ഈ സഭയ്ക്ക് വേണ്ടി നൽകാൻ ഞാൻ വർഷങ്ങളായി ജസ്റ്റിനോടുള്ള പരിചയം എനിക്കുണ്ട്. ഈ സഭയ്ക്ക് വേണ്ടി അതൊക്കെ നൽകുന്നതിനും അദ്ദേഹത്തിന്റെ സമയവും എല്ലാം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതിന് യാതൊരു മടിയും നൽകുന്നതിന് ഇല്ല. ആ ഒരു നേതൃത്വം ഏറ്റെടുത്ത് 2 ദിവസമായി ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ജസ്റ്റിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ മേഖലാ സമിതിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മേഖല ട്രഷറർ, അതിരൂപതയുടെ ട്രഷറർ പ്രിയപ്പെട്ട ഷാജി ചായൻ ഇവിടെയുണ്ട്. ഷാജി ഇന്നലെ തൊട്ട് ഈ യാത്രയുടെ ഭാഗമായി ഇവിടെയുണ്ട്. വളരെ നമ്മളോടൊപ്പം ചേർന്ന് നമ്മളിൽ ഒരുപാടായി കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ട ഷാജി ചായനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ അതിരൂപതയുടെ വൈസ് പ്രസിഡന്റ് സജി ജോൺ, ഞാൻ MCOയിൽ തിരുവല്ലയിൽ ചെല്ലുമ്പോൾ തിരുവല്ലയുടെ ഭാരവാഹിയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ അതിരൂപതയൊക്കെയായി. ആ സൈജാന്റെ ആക്ച്വലി ഇന്നുകൊണ്ട് ചെറുതെ നരപ്പ് മാത്രം ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. സൈജാനി ടോണ വൈസ് പ്രസിഡന്റായി കിടന്നു വളരെ സന്തോഷം. നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിശബ്ദനായി കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട സജി ജോൺ. അവരുകളെ ഏറെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. പ്രസിഡന്റാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മുടെ മാനേജിംഗ് എക്സിക്യൂട്ടീവ് അംഗമാണ്. നമ്മുടെ കൊമ്പിളിയോട് പ്രത്യേക ഒരു സ്നേഹവും കരുതലൊക്കെ ചോദിച്ചാൽ പ്രസിഡന്റായിരിക്കുമ്പോൾ തൊട്ടേ ഇവിടെ ആക്റ്റീവാക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. തീർച്ചയായും ചോദിച്ചാലിന്റെ കരുതലിന് ഞങ്ങളുടെ സ്നേഹത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചുകൊള്ളുന്നതാണ്. ശ്രീ റോബിൻ മാത്യു അവർ, അദ്ദേഹം അതിരൂപതയുടെ മുൻ MCOയുടെ പ്രസിഡന്റൊക്കെയാണ്. അദ്ദേഹം രൂപതയുടെ നേതൃത്വത്തിലിരിക്കുമ്പോൾ ഞാൻ മേഖലയുടെ നേതൃത്വത്തിലെത്തിയിരുന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. തികഞ്ഞ സഭാസ്നേഹത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുള്ള നിസ്വാർത്ഥമായി സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അദ്ദേഹത്തിന് യാതൊരു പരിഭവവും പരാതിയും നിലനിർത്താൻ കഴിയില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്. പ്രിയപ്പെട്ട ഗോപി സാറിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ മേഖലയംഗം കൂടിയായ നമ്മുടെ സഹോദരൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട റോയി, അദ്ദേഹമാണ് ഈ മേഖലയിൽ നിന്നുള്ള ഹൈറേഞ്ചിൽ നിന്നുള്ള അതിരൂപതയുടെ ഏക പ്രതിനിധിയാണ്. അതിരൂപതയുടെ സെക്രട്ടറിയാണ്. ഒരുപക്ഷെ ഈ പ്രോഗ്രാമൊക്കെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ നടക്കുന്നു, ഇവിടെ ഇങ്ങനെ നടക്കുന്നു, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മോടൊപ്പം ഇങ്ങനെ എപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യുന്ന റോയിയാണ്. റോയിയുടെ ആ ഒരു തീഷ്ണത ഞാൻ റോയിയോട് എപ്പോഴും ചെന്നപ്പോഴും പറഞ്ഞത്, ഇനി അതിരൂപതയിലൊന്ന് പ്രവർത്തിച്ച് പഠിക്കാൻ പറ്റും. റോയി ഒത്തിരി വളർന്നിട്ടുണ്ട്. അതിന് അതിരൂപതയിലെ മറ്റ് ഭാരവാഹികൾ പ്രിയപ്പെട്ട അച്ഛനോട് എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ വിളിക്കുമ്പോഴെല്ലാം റോയിയാണ് എൻ്റെ കോർഡിനേറ്റർ എന്ന് ഞാൻ പറയുന്നു. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ അത് നിറവേറ്റി. എനിക്കറിയാം വ്യക്തിപരമായി അദ്ദേഹത്തിന് വീട്ടിൽ നിന്നും വരാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലുമല്ല. പക്ഷെങ്കിലും ഇന്ന് രാവിലെ മുതൽ അത് ഇടയ്ക്കൊന്ന് വീട്ടിൽ പോകാൻ പോലുമില്ല. ഇന്നലെ കട്ടപ്പനയിലാണെങ്കിലും അച്ഛനോട് ലീവ് ചോദിച്ച് മാറിയത് സാഹചര്യം എനിക്കറിയാം. പക്ഷെ നമ്മുടെ നാളെ ഉത്തരവാദിത്തോടു കൂടി റോയി അത് കൈകാര്യം ചെയ്തു. പ്രിയപ്പെട്ട റോയിയോട് ഞങ്ങളുടെ മേഖലാ സമിതി പറഞ്ഞ് നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ യാത്ര അല്ലെങ്കിൽ എന്ത് പരിപാടി ഏറ്റെടുത്താലും അതിൻ്റെ ഒരു പിന്നിൽ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഭാരവാഹികളുടെ വലിയൊരു പിന്തുണ നമുക്ക് വേണം, എങ്കിലേ അത് നടക്കുകയുള്ളൂ. ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ ഭാരവാഹികളും, സ്ഥലത്തുള്ള മുഴുവൻ ഭാരവാഹികളും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റോബി പിള്ളാർ, അദ്ദേഹത്തിന് നടുവിന് ചെറിയൊരു പ്രശ്നം ഇന്നുണ്ട്.
അതെനിക്കറിയാം. എങ്കിൽ പോലും രാവിലെ മുതൽ ഞാൻ വരുന്നതിന് മുമ്പ് കല്ലാറ്റി വരും. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഇന്നലെ പറഞ്ഞ് നമുക്ക് കൃത്യസമയം പാലിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട റോമി സാറ്, ജനറൽ സെക്രട്ടറിയുടെ റോമി സാറ്, നമ്മുടെ ട്രഷറർ അത് അനിൽ ഇന്നലെ രാവിലെ മുതൽ മാത്രമല്ല എപ്പോഴും വിളിച്ച് എങ്ങനെ നടത്തണമെന്ന് ചോദിച്ച് നമ്മളെ അതാണ് ആ പിന്തുണയാണ് ഏറ്റവും വലുത്. പ്രിയപ്പെട്ട അനിൽ, വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട മോൻസി ബേബി, അദ്ദേഹവും നമ്മോടൊപ്പം ഈ യാത്രയിലുണ്ടായിരുന്നു. അതുപോലെ വൈസ് പ്രസിഡന്റായിട്ടുള്ള പ്രിയപ്പെട്ട അൻസി ബിജു, അൻസി ചേച്ചി, ഇന്ന് രാവിലെ കല്ലാറ്റി തന്നെ അവർ രണ്ട് നമ്മുടെ വനിതാ നേതാക്കന്മാരും ഇവിടെ കടന്നു വന്നു. പ്രിയപ്പെട്ട നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം ലാലി കനി, ഇവരെല്ലാവരും നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇടവാൻ കൂടിയായ ട്രസ്റ്റി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജോബി സാർ എക്സിക്യൂട്ടീവ് അംഗമാണ്. ജോബി സാറിനുള്ള വലിയൊരു പിന്തുണയാണ് ഈ ഒരു ടീമിന്റെ. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യപൂർവ്വം ഒരു പരിപാടി എടുക്കാൻ കഴിയുക. എൻ്റെ സഹഭാരവാഹികൾ എല്ലാവരും ഒറ്റവാക്കിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. പ്രിയപ്പെട്ട വൈദികരുടെ പുറത്തേക്ക് സമർപ്പിതം ഞങ്ങളോടൊപ്പം ഉള്ളപ്പോഴാണ് ഒരു പ്രാർത്ഥനാപരമായ ആത്മീയപരമായ ബലം ഞങ്ങൾക്ക് ലഭിക്കുക. കുമളി ബദനി സിസ്റ്റേഴ്സ്, എൻ്റെ പലയിടത്തുനിന്ന് ബദനി സിസ്റ്റേഴ്സ് ഞങ്ങളോടൊപ്പം സഹകരിച്ചു. നമുക്ക് വചനം പങ്കുവെച്ച പ്രേക്ഷക സിസ്റ്റർ അന്നും ഇന്നും ഒരുപോലെ തന്നെ ഞാൻ MCUവിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ തൊട്ടുള്ള കാണുന്നതാണ്. അന്നും ഇന്ന് ഒരുപോലെ തന്നെ ഇന്ന് നമുക്ക് നല്ലൊരു വചനം പങ്കുവെച്ചു. സിസ്റ്ററിന്റെ കൂട്ടത്തിൽ സിസ്റ്റർ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട ഈ കുമളിയിലെ ഹോളി സ്പിരിറ്റിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളുടെ പിന്തുണ, നിങ്ങൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ആയിരുന്നു. കുമളി നിങ്ങളെ സ്വീകരിച്ചു. സമർപ്പിതർക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി മേഖലാസമിതിയുടെ പേരിൽ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, MCAയുടെ ഭാഗമായി നിൽക്കുന്ന മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിന്റെ കുട്ടികൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം MCUവിന്റെ അംഗങ്ങൾ ഇവിടെ നമ്മോടൊപ്പം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഏറെ കൃത്യമായി മേഖലാസമിതിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഈ ഒരു സമാപനം നമുക്ക് വേണ്ടി എടുക്കുന്നതിന് വേണ്ടി, അതിന്റെ വാർത്തയെ കൊടുക്കുന്നതിന് വേണ്ടി ഇടുക്കി വിഷനിലെ പ്രിയപ്പെട്ട ജെറിൻ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. ജെറിൻ ഇവിടെ കുമളി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ വന്നാണ്, എനിക്കറിയാം സമയത്തിന്റെ വിലയുണ്ട്, എങ്കിലും നമ്മുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. ജോബി സാറിന്റെ വലിയ സുഹൃത്തും അതോടൊപ്പം തന്നെ എന്റെ സുഹൃത്താണ്. പ്രിയപ്പെട്ട ജെറിനോട് MCയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കുന്നു. എല്ലാവരോടും, ഇനി ആരെങ്കിലും മറ്റോടുള്ള അവരോടും എല്ലാം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങളും അടുത്ത് വന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് ഒരു അറിയിപ്പാണ്. രൂപത അധ്യക്ഷൻ അഭിമന്യ തിരുമേനി പറഞ്ഞുവിട്ട ഒരു കാര്യം ഇതാണ്: നമ്മുടെ എല്ലാ ഇടവുകളിലും MCയുടെ നേതൃത്വത്തിൽ ഇൻഫാമിന്റെ ഒരു യൂണിറ്റ് തുടങ്ങേണ്ടതുണ്ട്. ഇൻഫാം നിങ്ങൾക്കറിയാം, കർഷക മുന്നേറ്റത്തിന് സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പരിചയമുണ്ടാവും. ഇൻഫാമിനെ കുറിച്ച് നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം ഇതാണ്: ദീർഘമായി തന്നെ പറഞ്ഞെങ്കിലും ഈ മേഖലയിൽ എങ്ങനെയിരുന്നു എന്ന കാര്യം ഞങ്ങൾക്കാണ് കൂടുതൽ അറിയാവുന്നത്. കാരണം ഇത് 8ാമത്തെ മേഖലയായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. നമ്മുടെ അതിരൂപതയുടെ വികാരിയെക്കാളും ഈ മേഖലയുടെ വികാരിയുമായിരിക്കുന്ന പ്രിയപ്പെട്ട സാബുവച്ചൻ ആണ് ഈ മേഖലയുടെ എന്നേക്കാൾ ഉത്തരവാദിത്വം അതിരൂപതയിലും ഈ മേഖലയുടെ മുഴുവൻ ചുമതലയുമുള്ള വ്യക്തി. അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ അച്ഛനോടുമാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂടുതലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അതിരൂപതയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമാണ് നമ്മുടെ പ്രസിഡന്റിനോടും ജനറൽ സെക്രട്ടറിയോടും ഒക്കെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ നടത്തിയത്. അപ്പോ ഇവര് രണ്ടുപേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആദ്യം സാബുവച്ചനോട് പറഞ്ഞതാണ്, വിനോദ് അച്ഛനെയും അതുപോലെ ബെഞ്ചമിൻ അച്ഛനെയും ഈ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അവരും ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോ ഞായറാഴ്ചയാണ് 2 കുർബാനയുള്ള അച്ഛന്മാരുണ്ട്, 4 പള്ളിയിലുള്ള അച്ഛന്മാരുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വന്നപ്പോ നമ്മൾ ഒന്നിച്ച് വെക്കാമെന്ന് പറഞ്ഞപ്പോ പിതാവ് തന്നെയാണ് പറഞ്ഞത്, അത് പറ്റില്ല, എല്ലാ പള്ളിയിലും പോകണം. ഇനി അവിടെ അച്ഛന്മാരില്ലേലും കുഴപ്പമില്ല, നിങ്ങൾ പോയി, കാരണം അച്ഛന് വേറെ പള്ളിയിൽ കുർബാനയുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവിടെ നടത്തിയാൽ മതി. അങ്ങനെ നമ്മൾ നടത്താറുണ്ട്. കാരണം അന്ന് വികാരിച്ചൻ അവിടെ ഇല്ലെങ്കിൽ നമ്മളെന്നും അങ്ങനെ ചെയ്തു. കാരണം അച്ഛൻ മറ്റു കാര്യങ്ങളിൽ ആണ് എങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ പള്ളിയിലും പോകണമെന്ന് പറഞ്ഞു. നമ്മൾ അത് സാധിക്കുന്നത്രയും ഇന്ന് എല്ലാ പള്ളിയിലും പോയി. കുമളി മേഖലയെ കുറിച്ച് പറയുമ്പോൾ സാബുവച്ചനും അതുപോലെ ബെഞ്ചമിൻ അച്ഛനും ജോമോനും ഉള്ളതുകൊണ്ട്, ജോമോൻ നിങ്ങൾക്കറിയാം, പ്രസംഗം കേട്ടപ്പോൾ തന്നെ അറിയാം, ഒരുപാട് നേതൃത്വ ഗുണമുള്ള
പാരമ്പര്യമുള്ള വ്യക്തിയാണ്. പുഷ്പം പോലും നടത്താനുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനത്തിലും അത് നെല്ലിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം നടത്തിയത്. അപ്പോ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട്, അതുപോലെ ബെഞ്ചമിൻ അച്ഛനോട്, MCA അതിരൂപതയ്ക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നന്നായി കോർഡിനേറ്റ് ചെയ്തു, എക്സലന്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തു. ഇപ്പൊ ജോമോൻ തന്നെ പറഞ്ഞു ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു. അതിന് കാരണം നിങ്ങൾ ഇത്ര പേർ ഓടാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ജോമോന് അതുപോലെ ബെഞ്ചമിൻ നിങ്ങളുടെ പ്ലാനിങ്, ടൈം അറേഞ്ച്മെന്റ് ദാറ്റ് വാസ് വണ്ടർഫുൾ. അരമണിക്കൂറേ വൈകിയുള്ളൂ. അത് മറ്റെല്ലാ മേഖലയിലും അരമണിക്കൂർ കൂടുതൽ വൈകിയുള്ളൂ. അപ്പൊ ഇത്രയും നമ്മൾ ഓടിയിട്ട് അരമണിക്കൂർ വൈകി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാനിങ്ങിന്റെ നന്മയാണ്. പക്ഷേ എല്ലായിടത്തും എടുത്തതിനേക്കാൾ സമയം എല്ലാ പണിയും എടുക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തു, നിങ്ങൾ നന്നായിട്ട് വഴികാട്ടി. അതുപോലെ എല്ലാ പള്ളിയിലും അത് ഇന്നലെ വന്നപ്പോ ബെഞ്ചമിൻ അച്ഛനോട് ചോദിച്ചു എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു കുറേ കാര്യങ്ങൾ നമുക്ക് അന്യർക്ക് ചെയ്യാൻ പറ്റും. സമാപന ആശീർവാദവും ഏവരും വായിക്കുന്നത് മാത്രമേ അച്ഛന്മാർ ചെയ്യേണ്ടതുള്ളൂ. കാരണം അത് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി മുഴുവൻ. പക്ഷെ അതിൽ നിന്ന് മിക്കവാറും പള്ളിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇന്നലെ ഒരു 11 മണിക്ക് കൊടുത്ത ഒരു വാർത്ത, ചില പള്ളിയിലെ അപ്പൊ ഈ മേഖലയിലെ ഒരു പ്രത്യേകത അതെന്ന് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, ഇത്ര ഈടുറ്റ പ്രസംഗം മറ്റൊരു മേഖലയിലുണ്ടായിരുന്നില്ല. അതുപോലെ പ്രാർത്ഥന, ശരിക്കും തമ്പുരാനോട് നല്ല ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പോ ഈ മേഖലയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെ രണ്ടുപേരെയും നിങ്ങളുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ടീമിനെയും ആ മുഴുവൻ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിജയം. സോ ബെഞ്ചമിൻ അച്ഛ, അതുപോലെ ജോമോൻ ആൻഡ് ടീം, വലിയ ഒരു കൈയടി നമുക്ക് കൊടുക്കാം. അപ്പോ ഇനിയും ഇതിനെ നമ്മള് ഇപ്പോ 8 മേഖലയാണ്. ഈ 8 മേഖലയിൽ ഇതിനെ നമ്മൾ മാർഗടിസ്ഥാനം കൊടുത്താൽ എവിടെ നിൽക്കും? നിങ്ങൾക്ക് 1, 2 സ്ഥാനത്ത് തന്നെ നിങ്ങളുണ്ട്. ഒട്ടും ഭയപ്പെടണം. അത്ര സൂപ്പറായിരുന്നു. സോ കൃത്യയോടുകൂടി ഇനി കിടന്നുറങ്ങാം. കാരണം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ദൈവം തമ്പുരാനായിട്ട് നമുക്ക് തന്ന മനുഷ്യനിലൂടെ വന്നെങ്കിൽ ആ ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ നിങ്ങൾ ചെയ്തു. തൃപ്തിയോടുകൂടെ നിങ്ങൾക്ക് ആരോടും പറയാം, കുമളി മേഖലയിൽ നല്ല ഒന്നാന്തരമായിട്ട് ദൈവകൃപയിൽ നടത്താൻ പറ്റും. സോ അപ്രീഷിയേറ്റ്, കൺഗ്രാജുലേഷൻ, താങ്ക് യു. പിന്നെ അതിരൂപതയുടെ നമ്മുടെ പ്രസിഡന്റ് വരാൻ പറ്റാതെ അദ്ദേഹം ഒരു ഓപ്പറേഷന്റെ റെസ്റ്റിലാണ്. ഇന്നലെ നമ്മുടെ 2 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഇടയ്ക്ക് ചെറിയ അസുഖമായിട്ട് തിരിച്ചുപോയി. രാവിലെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഷാജാനൊക്കെ നോക്കി ഇങ്ങനെ 2 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്ന് പല കാര്യങ്ങൾക്ക് മരുന്നും പല കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോ ഇത്രയും ത്യാഗം ഏറ്റെടുത്തു. നിങ്ങൾ ഇവിടെ ഒരു ടീമായി പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സുതാര്യതയാണുള്ളത്. ഞങ്ങൾക്ക് ഏത് കാര്യം ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം നടന്നു പോകുന്നത്. അപ്പോ അതിരൂപതയിൽ വന്ന ഇനി ഞാൻ പേരെടുത്ത് പറയുകയും മറ്റൊന്നും ചെയ്യുന്നില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ ഇനിയും എങ്ങനെ പങ്കെടുക്കാം? അത് ഈ ഏതെങ്കിലും ഒരു ദിവസത്തെ സ്പോൺസർ ചെയ്യാൻ പറ്റും. കാരണം അറിയാം, ഈ 9 മേഖലയിലും നമ്മുടെ ഈ വലിയ ടെമ്പോ ട്രാവലറും മറ്റൊരു വണ്ടിയും നൽകുന്നത് ജസ്റ്റിനാണ്. നമ്മുടെ ജോമൻ പറഞ്ഞു, തമ്പുരാൻ കൊടുത്തതിന് തിരിച്ചു കൊടുത്ത് കൂടുതൽ വാങ്ങുന്ന ആൾ തന്നെയാണ് ജസ്റ്റിൻ. ഞാൻ സംശയമില്ല. കാരണം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി കിട്ടും. നിങ്ങൾക്ക് ഇരട്ടി കിട്ടാനുള്ള പണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസത്തെ കാര്യം സ്പോൺസർ ചെയ്യുക എന്നതാണ്. അത് നമ്മൾ ചെയ്താൽ സുവിശേഷ വേലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വലിയൊരു കാര്യമാണ്. നിങ്ങളിൽ സാമ്പത്തിക ഭദ്രത ഉള്ളവരെ നിങ്ങളുടെ ഭദ്രതയ്ക്ക് അനുസരിച്ച് ഈ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാം. അദ്ദേഹത്തിന് നമ്മൾ ഒരു പൈസയും കൊടുക്കുന്നില്ല, കൊടുക്കാന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്കാണ് അതിന് ഒരുപക്ഷെ സ്പോൺസറിങ് എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് അഭിയുന്ന പിതാവിടെ വരുമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ തിരക്ക് കാരണമാണ് വരാൻ പറ്റാഞ്ഞത്. അതുപോലെ മുഖ്യ വികാരം ചെന്നാടച്ചനും ബാക്കി എല്ലാ മേഖലയിലും പോയി കട്ടപ്പന, കുമളി ഈ 2 ദിവസമായതുകൊണ്ട് കുറേ അധികം പ്രോഗ്രാം ഒഴിച്ചു വയ്ക്കാൻ വയ്യാത്ത പ്രോഗ്രാം വന്നതുകൊണ്ടാണ് വരാഞ്ഞത്. പക്ഷേ കൂടെ എവിടെ എത്തിയെന്നും എങ്ങനെ പോകുന്നു എന്നും കൃത്യമായിട്ട് ചോദിച്ചറിയുന്നുണ്ടാകുന്നു. അതുപോലെ ഞങ്ങൾ ഇതിന്റെ എല്ലാം വീഡിയോ ഇട്ട് കൊടുക്കുകയും എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഓരോ പള്ളിയിലും എങ്ങനെയായിരുന്നു എന്നത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും പിതാവ് വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്യും. പിതാവിന്റെ കണ്ണിന്റെ കൃഷ്ണനെ പോലെ നോക്കുന്ന ഒരു കാര്യം. അത്രയും താല്പര്യം ഒരു കാര്യത്തിലും ഞാൻ പിതാവ് എടുക്കുന്നത് കണ്ടിട്ടില്ല.
അപ്പം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കലൂടെ ഈ മേഖലയ്ക്ക് എല്ലാ നന്ദിയും പറയുന്നു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെ കുറിച്ചൊരു വാക്ക്. എന്റെ ഗുരുതിയാണ് ഇന്ന് നിങ്ങൾക്ക് സന്ദേശം പറഞ്ഞത്. എന്നെ സന്ദർശനം പഠിപ്പിച്ചിട്ടുള്ളതാണ് എറണാകുളത്ത് വെച്ച്. നമ്മുടെ ജോമം പറഞ്ഞ പോലെ അന്ന് ഇങ്ങനെ തന്നെയായിരുന്നത്. അപ്പൊ സിസ്റ്റർ പ്രേക്ഷിത, അതുപോലെ ഹോളിസ്പിറ്റൽ സിസ്റ്റേഴ്സ്, അതുപോലെ മറ്റ് സിസ്റ്റർ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമ്മുടെ ഈ ഹൈറേഞ്ചില് നമുക്ക് വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് എളുപ്പമാണ്, പക്ഷെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വലിയ പ്രയാസമാണ്. അപ്പൊ നമ്മുടെ ടെമ്പോ ട്രാവലർ നമ്മൾ പറഞ്ഞ വഴി കൂടെ ഇല്ല, അതുപോലെ വഴി കൂടാന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പറഞ്ഞ വഴി കൂടെ എല്ലാം കൊണ്ടുപോയത് ഈ 3 സഹോദരൻ കാണുവാൻ എഴുതിണ്ടാവും. ഇതുവരെ കണ്ട് 3 പേരുണ്ട്. വലിയൊരു കാര്യമുണ്ട്. ഈ 3 സഹോദരങ്ങൾ ക്രിസ്തുവിന്റെ കൂടെയുള്ളവരാണ്. നമുക്ക് സഹോദരങ്ങളെ പോലെ ആശ്രയിക്കാൻ പറ്റുന്നവരും വിശ്വസിക്കാൻ പറ്റുന്നവരുമാണ്. ഇനി ഇവരാണ് ഈ വചനയാത്രയുടെ ഏറ്റവും കൂടുതൽ പ്രസംഗം കേട്ടവരും വീഡിയോ എടുത്തവരും അതുപോലെ പണ്ട് കണ്ടതും പാട്ട് പഠിച്ചതും. പാട്ട് പഠിച്ചു അവർ പുതിയ പാട്ട് കണ്ടുപിടിച്ച് ഇട്ടുകൊണ്ട് വരികയാണ്. എനിക്ക് ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ ഇത് പാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേറെ ആരും കേട്ടില്ലെങ്കിൽ അവരെ കേൾക്കും. കാരണം അവരൊന്നും ഒരു വണ്ടി തന്നെയാണ്. നമ്മൾ വളവ് തിരിയുമ്പോഴൊന്നും ചിലപ്പോൾ കേൾക്കില്ല. അപ്പൊ ഈ സഹോദരങ്ങൾക്ക് നന്ദി, ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥനയും നന്ദിയും അർപ്പിക്കുന്നു. നമുക്ക് സമാധാനം സ്വീകരിക്കാം. സ്വഭാവന ആശീർവാദം സ്വീകരിച്ചിട്ട് നമ്മുടെ വിശുദ്ധ ബൈബിളിന്റെ നിർമ്മാണത്തിലേക്ക് നമ്മുടെ പ്രദർശിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ 2 സൈഡിൽ ലൈനായിട്ട് നിൽക്കുക. ആശീർവാദത്തിന് ശേഷം കാര്യം നമ്മൾ ഈ തിരുവചനം ധരിച്ച് നമ്മുടെ ഇടവകയുടെ പ്രധാന ശുശ്രൂഷകനായ ലിബിനെ നമ്മളെ എടുത്തു കൊടുക്കും. ലിബിനയുടെ പ്രധാന കവാടത്തിൽ ചെന്ന് രൂപത ഭാരവാഹികളെ ഏൽപ്പിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ആശീർവാദത്തിന് ശേഷം നമ്മൾ 2 ലൈനായിട്ട് നമുക്ക് ശ്രദ്ധിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വാങ്ങിപ്പോരെ ആശ്വര്യപ്പെടുത്തട്ടെ. പിതാവും പരിശുദ്ധവുമായ ബലഹീന